കാവൽ നിൽക്കുന്ന പോലീസുകാരെ, പ്രത്യേകിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരെ പോലും ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, കയ്യിൽ മാരകായുധങ്ങളുമായി അഴിഞ്ഞാടാൻ ഒരു കൂട്ടം വിദ്യാർത്ഥി നേതാക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഇന്നലെ SFI സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ ജനകീയ സമരങ്ങളും നടത്താതെ വിപ്ലവത്തിന്റെ കപടമുഖം മാത്രമണിഞ്ഞ് അകത്തിരുന്നവർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് കയ്യിൽ കിട്ടിയ മാരക ആയുധങ്ങളുമായിട്ടാണ്. വളർന്നു വരുന്ന ഈ വിദ്യാർത്ഥി സംഘടന സമൂഹത്തിന് എത്രത്തോളം ആപത്താണെന്ന് അടിവരയിടുന്നതായിരുന്നു തലസ്ഥാനത്ത് ഇന്നലെ അരങ്ങേറിയ സംഭവങ്ങൾ. എന്നാൽ ഈ ഗുണ്ടാവിളയാട്ടത്തിന് മുന്നിൽ നെഞ്ചം വിരിച്ചു നിൽക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുണ്ട് നമുക്ക്, രമേശ് ചെന്നിത്തല. കയ്യേറ്റം തടയാൻ നോക്കിയ പോലീസുകാരോട് ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരാം എന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനൽ സംഘമായി SFI ഇന്ന് മാറിയിരിക്കുന്നു. ബാരിക്കേഡ് കെട്ടിയിരുന്ന കയറുകൾ ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തുമാറ്റിയതാണ് FIR-ൽ പറയുന്നത്. നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്ന പോലീസിനെ അസഭ്യം പറയുകയും പൊതുമുതൽ തകർക്കുകയും ചെയ്യുകയായിരുന്നു SFI. പോലീസിനെ തൊടുന്നവരെ പൂട്ടാൻ മുണ്ടും മടക്കി കുത്തിയിറങ്ങിയിരിക്കുന്ന ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഇനി SFIക്ക് പിടിച്ചു നിൽക്കാനാകില്ല. ആഭ്യന്തരമന്ത്രിയുടെ മാസ് മറുപടിയാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കേട്ടത്. ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞെത്തിയ ചെന്നിത്തല സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് എന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കുമെന്ന ഉറപ്പും നൽകുന്നുണ്ട്. പോലീസ് ബ്ലേഡ് കൊണ്ടുവന്നിട്ടില്ല. ലാത്തിയും തോക്കും കയ്യിലുള്ള പോലീസിന് എന്തിനാണ് ബ്ലേഡ് എന്ന ചെന്നിത്തലയുടെ ഒറ്റ ചോദ്യത്തിൽ തകർന്നു വീണത് ആക്രമികളുടെ കള്ളപ്രചാരണങ്ങൾ തന്നെയാണ്. പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ അവർക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് ആഭ്യന്തരമന്ത്രി നേരിട്ട് നിലയുറപ്പിക്കുമ്പോൾ അത് നിയമവാഴ്ചയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുന്നു. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ക്യാമ്പസുകളിൽ നിന്നും ക്രിമിനലുകളെ തെരുവിലേക്ക് വിട്ട് ആക്രമണം അഴിച്ചുവിടുന്ന ഈ ഫാസിസ്റ്റ് ശൈലി കേരളത്തിലെ സമൂഹം വെച്ചു പൊറുപ്പിക്കില്ല. ആക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ ശക്തമായ നിലപാടും ചേർക്കുന്നു. കാണാം. ആ ബ്ലേഡ് ആര് കൊണ്ടുവന്നാന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും പോലീസുകാരുടെ കയ്യിൽ ലാത്തിയിരിക്കുമ്പോൾ ബ്ലേഡ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഈ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടെത്തും. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആര് കൊണ്ടുവന്നാലും അത് ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. ആരാണ് ബ്ലേഡ് കൊണ്ടിരുന്നത്? സമരത്തിന് വരുന്ന ആളുകൾ എന്തിനാണ് ഈ ബ്ലേഡ് കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. പോലീസിനേതായാലും അവരുടെ കയ്യിൽ ലാത്തും തോക്കും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവർ ബ്ലേഡ് കൊണ്ടിരുന്നത്? അപ്പൊ അത് വളരെ തെറ്റായ ഒരു സമര രീതിയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുമൊക്കെ വിദ്യാർത്ഥി രംഗത്തൂടെ കടന്നു വന്ന ഞങ്ങളൊരു ബ്ലേഡും കൊണ്ടുവന്നിട്ടില്ല സമരത്തിന് പോകുമ്പോൾ. അല്ല, പിന്നെ ആരാ ബ്ലേഡ് കൊണ്ടുവന്നത്? പോലീസാണോ? പോലീസിന് ബ്ലേഡിന് ആവശ്യമില്ലെന്നേ. ലാത്തിയും തോക്കും ഒക്കെ ഉണ്ടല്ലോ കയ്യില്. അത് ശരിയല്ല, അത് അംഗീകരിക്കില്ല കേട്ടോ. അത് സമരമാർഗമല്ല. ആ സമരമാർഗത്തെ അംഗീകരിക്കില്ല. 100 കണക്കിന് ബ്ലേഡ് കൊണ്ടുവന്നിട്ട് പോലീസുകാരെ വരയുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്യുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. ഞങ്ങളത് കണ്ടുപിടിക്കുകയാണ് ആരാണ് ബ്ലേഡ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളവരെ അങ്ങ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. ഇതൊരു പുതിയ രീതിയാണല്ലോ കാണുന്നത്. ബ്ലേഡും കൊണ്ട് വന്ന് സമരം ചെയ്യുക, എന്നിട്ട് പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുക. അവരും മനുഷ്യരല്ലേ. ആ പണി നടക്കില്ല കേട്ടോ.